ബാർക്ക് റേറ്റിംഗിൽ ഏഷ്യാനെറ്റിനെ മൂന്നാം സ്ഥാനത്തെത്തിച്ച ആ ചരിത്ര മുഹൂർത്തത്തിൽ ചിലരെ അനുസ്മരിക്കാതിരിക്കാനേ കഴിയില്ല. പ്രത്യേകിച്ച് വർഷത്തിലെ 365 ദിവസവും വൈകുന്നേരം 8 മണിക്ക് പ്രത്യേക ഭജന നടത്തുന്ന വിനു ഭാഗവതർ. അദ്ദേഹത്തിന് ഈ നേട്ടത്തിലുള്ള ഒരു പ്രത്യേക സ്വാധീനമുണ്ട്. കഴിഞ്ഞ 365 ദിവസം എടുത്ത് പരിശോധിച്ചാൽ 360 ദിവസവും പിണറായി സോ ഇടതുപക്ഷത്തിനെതിരെ നിരന്തരം ചർച്ചകൾ സംഘടിപ്പിക്കുകയും 5 ദിവസം മറ്റ് വിഷയങ്ങളിലൂടെ ഓടിപ്പോവുകയും ചെയ്തതിലൂടെയാണ് ഏഷ്യാനെറ്റിന് 2ാം സ്ഥാനമെങ്കിലും നിന്നത്. ബാക്കി 360 ദിവസവും ഇടതുപക്ഷത്തിനെ പുലഭ്യം പറഞ്ഞും ഇടതുപക്ഷത്തിനെ തെറി വിളിച്ചും പിണറായി വിജയനെതിരെ കുറച്ച് പരദൂഷണമൊക്കെ ഇറക്കി വിട്ട് ചില കൃസംഗികളെയും സംഘികളെയും നിരന്തരം അദ്ദേഹം മാനസിക ഉല്ലാസം നൽകിക്കൊണ്ടിരുന്നു. ആ സംഘികളാണ് കേരളമെന്ന് കരുതിക്കൊണ്ട് അവരുടെ ഒരു പ്രധാനപ്പെട്ട വിഷസംഖ്യയെ തന്നെ തന്റെ ഭജന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നിരന്തരം ഇവർ രണ്ടുപേരും നടത്തിയ ആശയവിനിമയം കേട്ട് അതാണ് ഈ കേരളത്തെ സംബന്ധിക്കുന്നിടത്തോളം വളരെ ഉത്തുംഗ ശൃംഗമായിട്ടുള്ള ശ്രേഷ്ഠ കാര്യങ്ങളെന്ന് ഇവർ സ്വയം ധരിച്ചിരുന്നു. ഇവരുടെ വാചകമടിയും ഇവരുടെ പരസ്പര പ്രോത്സാഹന തള്ളൽ കേട്ടിട്ട് നാട്ടുകാർ അപ്പോഴേ കയ്യിൽ റിമോട്ട് ഉള്ളത് കൊണ്ട് മാറ്റി പോകുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം പതിയെ ഏഷ്യാനെറ്റ് മുതലാളി കൂടി തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. മുതലാളിക്ക് കുളിര് കിട്ടുന്നത് പോക്കറ്റ് കീറിക്കൊണ്ടിരിക്കുന്നു എന്ന തിരിച്ചറിവ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും മുഖ്യ ഭജനക്കാരന്റെ മൂട്ടിലേക്ക് തീ ഇടാനുള്ള അവസരം ഉണ്ടായിരിക്കുകയാണ്. ചാനൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് 3ാം സ്ഥാനത്തേക്ക് ബാർക്ക് റേറ്റിംഗിൽ തലകുത്തി വീഴുമ്പോൾ സ്വാഭാവികമായിട്ട് അതുണ്ടാക്കിയിരിക്കുന്ന ഒരു നാണക്കേടുണ്ട്. ഇത്രയും കാലം നേരോടെ നിർഭയം ആ 1ാം സ്ഥാനം ഞങ്ങൾ നിലനിർത്തുമെന്നുള്ള വാചകം അടിച്ചവർ 5 ആഴ്ച തുടർച്ചയായിട്ട് 2ാം സ്ഥാനത്ത് നിന്നതിന് ശേഷം 2 ആഴ്ചയ്ക്ക് മുമ്പാണ് 1ാം സ്ഥാനത്തേക്ക് തിരിച്ചു വന്നത്. ആ തിരിച്ചു വന്നതിന് ശേഷം പതിയെ 1ാം സ്ഥാനത്ത് നിന്ന് 2ാം സ്ഥാനത്ത് ഇക്കുറി വന്നപ്പോൾ 2 ആഴ്ച പിന്നിടുമ്പോൾ 3ാം സ്ഥാനത്തേക്ക് തലയും കുത്തി പതിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും റേറ്റിംഗിന്റെയും വ്യൂവർഷിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് പരസ്യദാതാക്കൾ കൂടുതൽ പരസ്യം കൊടുക്കുന്നത്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ പരസ്യ കുത്തക ഇനിയിപ്പോൾ റിപ്പോർട്ടർ ചാനലിലേക്കും 24ലേക്കും പോകാൻ പോവുകയാണ്. മുതലാളിയുടെ കളസം കീറുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരും. വിനു ഉൾപ്പെടെയുള്ള പലതിനെയും തീറ്റിപ്പോറ്റുന്നത് വരും കാലങ്ങളിൽ തനിക്ക് അടിത്തറ ഇളക്കുന്ന അവസ്ഥയിലേക്ക് എത്തുമെന്ന് മാറി ചിന്തിക്കുന്ന സമയം എത്തിയിരിക്കുന്നു. എന്തായാലും സംഘിപ്പണിക്കരും വിനു ഭാഗവതരും ചേർന്നുള്ള ആ വായ്ത്താളവും ആ കുരവിടലെല്ലാം മലയാളികളെ സംബന്ധിക്കുന്നിടത്തോളം വളരെ അരോചകവും അവർക്ക് അത് കേൾക്കുമ്പോൾ അസഹിഷ്ണുതയും ഉണ്ടായി തുടങ്ങി എന്നുള്ളതാണ് ടാം റേറ്റിംഗിലെ ഈ കൂപ്പുകുത്തൽ എന്ന് പറയേണ്ടി വരികയാണ്. എന്തായാലും ആ നിലയിലേക്ക് കേരളത്തിലെ ആദ്യത്തെ പ്രൈവറ്റ് ചാനലിനെ കൊണ്ടുചെന്നെത്തിച്ച വിനു ഭാഗവതർക്കും പണിക്കർക്കും ഈ സന്ദർഭത്തിൽ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കാതിരിക്കാൻ കഴിയില്ല. നിങ്ങളുടെ സേവനം ഇനിയും ഈ സ്ഥാപനത്തിന് ആവശ്യമാണ്. ആ സ്ഥാപനത്തിന് ഇന്നിപ്പോ എവിടെയാണോ മീഡിയ വൺ നിൽക്കുന്നത് ആ പദവിയിലേക്ക് നിങ്ങൾ എത്തിച്ചിട്ടേ അവിടെ നിന്ന് പോകാവൂ. അതിന്റെ പുക കാണണമെന്നുള്ളത് ഈ നാടിന്റെ കൂടി ആവശ്യമാണ്. ചരിത്രത്തിൽ ചില നീതികൾ ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. ആ നീതിയുടെ കൃത്യമായിട്ടുള്ള തെളിർമയുള്ള കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. 3ാം സ്ഥാനം എന്നുള്ളത് ആദ്യം ഒരു ഞെട്ടലാണ്, പിന്നീട് സ്ഥിരമാകുമ്പോൾ ശീലമാകും. ഇനി 4ാം സ്ഥാനക്കാരും 5ാം സ്ഥാനക്കാരും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെങ്കിലും അവർ കൂടി ഒന്ന് ആവേശത്തോടെ പിടിച്ചു കഴിഞ്ഞാൽ 6ാം സ്ഥാനത്തുള്ള ന്യൂസ് 24x7 നടത്തിക്കൊണ്ടിരിക്കുന്ന കുതിപ്പ് അത് ഭാവിയിൽ സ്ഥിരം നമ്മുടെ നാട്ടിലെ ബ്രാൻഡഡ് അല്ലെങ്കിൽ പ്രമുഖർ എന്ന് പറഞ്ഞിരുന്നവരും വാഴ്ത്തപ്പെട്ടവർക്കെല്ലാം പ്രേക്ഷകർ തന്നെ ടാം റേറ്റിംഗിൽ നിന്ന് കടക്ക് പുറത്ത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൽ ഇടതുപക്ഷ വിരുദ്ധത വിറ്റും അല്ലെങ്കിൽ CPM-നെ കുറ്റം പറഞ്ഞ് ഇത് ഓടിച്ചുകൊണ്ട് പോകാമെന്നുള്ള പലർക്കുമുള്ള കൃത്യമായിട്ടുള്ള ദിശാസൂചനയാണെന്ന് പറയേണ്ടി വരികയാണ്. ആ ഒരു കാര്യം ഈ സമൂഹത്തിന്റെ മുന്നിൽ തെളിയിക്കാൻ സഹായിച്ച വിനു ഭാഗവതരെയും ഒപ്പം ശ്രീജിത്ത് പണിക്കരെയും ഈ നാട് മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്.